അഖിൽ മാരാർ ആൻഡ് ഹിസ് റീസെൻറ്റ് റിലീസ്ഡ് മൂവി മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി. ഇതിങ്ങനെ ഒരു ലൂപ്പ് പോലെ കടന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. എന്താണെങ്കിലും സിനിമ ഇറങ്ങി 8 നില പൊട്ടി. അപ്പോൾ ഒരു പടം പൊട്ടുമ്പോൾ അതിലെ ലീഡ് ക്യാരക്ടർ ചെയ്ത ആളുകൾ ഓബ്വിയസ് ആണ് എയറിൽ പോകും. അഖിൽ മാരാർ എയറിൽ പോയി. ഞാനാണെങ്കിലും റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് ബാക്കി ടെക്നീഷ്യന്മാർ എന്ത് തേങ്ങാപ്പിണ്ണാക്കാ ചെയ്ത് വെച്ചിരിക്കണമെന്ന് അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. പിന്നെ അഖിൽ ഈ പറഞ്ഞ പോലെ ബൈക്കിൽ വന്നിട്ട് പോവുക, പാക്ക് വെട്ടണ ഒരു കത്തിയായിട്ട് മാസ് കാണിക്കുക. ഇതെന്ത് പരിപാടി? ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അത് കൺവേ ചെയ്യണമായിരുന്നു ആളുകളോട്. കാരണം അഖിൽ മാരാർ എന്താ പറയുക, ഫിലിം മേക്കർ. ഓക്കെ, ഞാൻ പറയുന്നത് ഭയങ്കര ഒരു ആക്ടർ പരിവേഷത്തിലല്ല, ഫിലിം മേക്കർ, ഒരു ഡയറക്ടറാണ്. സോ അയാൾക്ക് ആ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്, ആ ഒരു സംഗതിയെക്കുറിച്ച് കൂടുതൽ അറിവുണ്ട്. സോ അങ്ങനത്തെ ഒരാൾ പോയിട്ട് ഇങ്ങനത്തെ ഒരു മലങ്കൾട്ടിൽ എങ്ങനെ ചാടി എന്നുള്ളൊരു ചോദ്യവും, പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഹെയ്റ്റ് ഉള്ളത് കൊണ്ട് അഖിൽ മാരാരെ പിടിച്ച് എയറിലിടാൻ അല്ലെങ്കിൽ എയറിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തിട്ട് കൊട്ടാന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇത്രയും ഫിലിം മേക്കിംഗ് അറിയുന്ന ഒരാൾ എങ്ങനെടാ ഈ പടുകുഴി പോയി ചാടി എന്നുള്ളൊരു ചോദ്യവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ അഖിലിനോട് നേരിട്ട് സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം അഖിൽ ഇവിടെ അഖിലിൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും തുറന്നു പറഞ്ഞ കാര്യങ്ങൾ, ഇൻ്റർവ്യൂവിൽ തുറന്നു പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമുക്കത് ഭയങ്കര എവിഡൻ്റ് ആണ്. അതായത് ഒരു സിനിമയെ എങ്ങനെയാണ് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ പറ്റിക്കുന്നത് എന്നുള്ളത്. മലയാളത്തിൽ ഇഷ്ടംപോലെ സംഗതികളുണ്ടാ, ഇഷ്ടം പോലെ ഉണ്ട് മക്കളെ. അതായത് ഒരു പ്രൊഡ്യൂസറെ കിട്ടി, പ്രൊഡ്യൂസർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അയാളുടെ ലൈഫിൽ ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് പോലെ ഒരു സിനിമ ചെയ്യണം. അയാൾക്ക് സിനിമയെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല, കാശ് മുടക്കാനുള്ള ഐഡിയ മാത്രമേ കാണൂ. അപ്പോൾ ഒരു ഡയറക്ടറെ തട്ടിക്കൂട്ടും. ഈ പ്രൊഡ്യൂസറെ കൊണ്ടുപോയിട്ട് ഒരു കുഴിയിലിടാൻ കുറേ പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ സിനാരിയോയിലും കളിച്ചത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ആൻഡ് ബൈ ദ വേ, ഈ ചങ്ങാതി ഞാൻ ഇന്നലത്തെ എൻ്റെ ബിഗ് ബോസ് റിവ്യൂ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലക്ഷ്മിയായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് എനിക്ക് കുറച്ച് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ തന്നെ ഇൻഡയറക്റ്റായിട്ട് എന്നിലേക്ക് എത്താൻ വേണ്ടി ജിത്തുബായിനെ വിളിച്ചിട്ട് ഒരാൾ ഇതേപോലെ ലക്ഷ്മീനെ കുറിച്ച് പറഞ്ഞാൽ സായി 2 മാസത്തിനകം തീർത്ത് കളയുമെന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആസാദ് കണ്ണാടിക്കലോ കണ്ണാടിപ്പോരയോ എന്താണോ ചെങ്ങാതിൻ്റെ പേര്, എനിക്ക് ആളറിയാൻ പാടില്ല. ഞാൻ എവിടുന്ന് ഒരു വട്ടം ഇയാളെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അവിടുന്ന് ജിത്തുബായി അഭിനയമോഹമൊക്കെ ഉള്ളതുകൊണ്ട് ആശാനോട് നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഈ ചെങ്ങനെ മുഖം പോലും എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഈ പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഈ ആസാദ് കണ്ണാടിക്കലാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഈ പടത്തിൻ്റെ പല സ്റ്റേജിലായിട്ട് അബിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു തുടക്കം മുതൽ. അപ്പോൾ അബിക്ക് കുറച്ച് ബാഡ് എക്സ്പീരിയൻസ് ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറിൽ നിന്നുണ്ടായി എന്നുള്ളത് എനിക്ക് അന്ന് അബിനുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യമാണ്. ഇപ്പം അഖിലായിട്ട് സംസാരിക്കുമ്പോഴും ഇതേ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഇത് എൻറ്റയർ പടം വെട്ടിക്കൂട്ടിയിട്ട് മോർച്ചറിയിലാക്കിയതെന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഒരു സിനിമയെ എങ്ങനെ സൈഡാക്കുന്നു അല്ലെങ്കിൽ മോർച്ചറി കൊണ്ടുപോയി ഇടുന്നു എന്നുള്ളതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ പറഞ്ഞ മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി. പിന്നെ അഖിലിന് ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു സാധനത്തു നിന്ന് മാറാനൊന്നും പറ്റുമൊന്നുമില്ല. ഓക്കെ, അഖിൽ മാരാർ ദ ഫിലിം മേക്കർക്ക് അത് മുൻകൂട്ടി കാണേണ്ട ഒരു ഇതുണ്ടായിരുന്നു. ബാക്കി അതിൽ ഫസ്റ്റ് ടൈം അഭിനയിക്കുന്ന ആളുകളെ പോലും ഒന്നുമല്ല അഖിൽ ഈസ് എ ഫിലിം മേക്കർ, ഓൾറെഡി ഒരു സിനിമ എടുത്ത ഒരാളാണ്. സോ ഒരു സിനിമയുടെ കഥ, അതിൻ്റെ മേക്കിംഗ്, അതിന് പോകുന്ന രീതികളൊക്കെ കുറച്ച് എന്താ പറയുക ഭയങ്കര അമീച്ചറായിട്ടുള്ള ലെവലിലാണെന്നുണ്ടെങ്കിൽ അഖിൽ ഷുഡ് ഹാവ് ഇൻവോൾവ്ഡ്. ഓക്കെ, അതിൽ ഇൻവോൾവ് ചെയ്ത് അതിൽ റെക്ടിഫിക്കേഷൻ വരുത്തി. കാരണം നിങ്ങൾ ഫേസ് വെച്ച് വിൽക്കുന്ന ബിസിനസ് ചെയ്യുന്നൊരു സംഗതിയാണ്. സോ യു ഷുഡ് ഹാവ് ലൈക്ക് എന്താ പറയുക ഒരു പ്രോപ്പർ സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കേണ്ടിയിരുന്നു. അഖിൽ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്, അഖിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ കോൾ റെക്കോർഡ്സ് ഞാനിവിടെ വെക്കുന്നുണ്ട്. അഖിൽ തന്നെ എനിക്ക് സെൻഡ് ചെയ്തത്. അല്ലാത്ത പക്ഷം ഒന്നും കൂടി ഒന്ന് സോളിഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ ഈ എയർപോക്ക് കുറച്ച് അഖിലിന് കുറയുമായിരുന്നു. ഓക്കെ, എന്താണെങ്കിൽ ഞാൻ അവിടെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് ചെയ്യാൻ നിങ്ങൾക്ക് നേരത്തെ വെച്ചത് നിങ്ങൾ കണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറേ പരാമർശങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബൈ ദ വേ, ബാബു ജോൺ ഈ സിനിമയുടെ ഡയറക്ടർ, ഞാൻ എൻ്റെ റിവ്യൂവിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ സിനിമ പാളിച്ചത് ഒരു 90% ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണ്. അത് ഡയറക്ടർ മുതൽ അങ്ങോട്ട് ഇതിൻ്റെ മ്യൂസിക്സ്, ഇതിൻ്റെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്, ഇതിൻ്റെ എഡിറ്റേഴ്സ്, അങ്ങനെ കുറേ സംഗതികൾ ഭയങ്കര എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജമ്പ് എന്ന് പറഞ്ഞാൽ ജമ്പ് കട്ട് ഇത് എന്തിനൊന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ഐറ്റങ്ങളൊക്കെ വെച്ച് പോയിരുന്നു. അങ്ങനെ ടെക്നിക്കലി എന്താ പറയുക ഒരു ബ്ലണ്ടർ 90% എടുത്തു വെച്ചിട്ട് അതിനകത്തൊരു അഖിൽ മാരാരെ ഫേസും അല്ലെങ്കിൽ ഈ പറഞ്ഞ അഭിഷേകിൻ്റെയും സെറീനയുടെ ഒക്കെ ഫേസ് കൊണ്ടുവന്ന് വെച്ച്
അത് വിറ്റ് കാശാൻ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. ബേസിക്കലി ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ആ ഒരു കഥയ്ക്ക് ഒരു ക്വാളിറ്റി വേണം, ഇത് നറേറ്റ് ചെയ്യുന്ന ഡയറക്ടർക്ക് ഒരു ക്വാളിറ്റി വേണം, പണി അറിയണം. പണി അറിയാതെ പരിപാടിക്ക് ഇറങ്ങരുത്. ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും ഈ ബാബു ജോൺ എന്ന് പറഞ്ഞുള്ള ഈ പടത്തിൻ്റെ ഡയറക്ടർ ആദ്യം ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് സ്നേഹനെ കൊണ്ട് വായിപ്പിക്കാൻ, ഞാൻ മലയാളം വായിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം സമയം പിടിക്കുന്നുള്ളത് സ്നേഹ വായിച്ചു തരും. ഒന്ന് ഉറക്ക വായിക്കോ, വായിച്ചു തുടങ്ങിക്കോ, വായിക്കാൻ തരാം. അഖിൽ മാരാർക്ക് സ്റ്റാർ ഗേറ്റിന്റെ മറുപടി: ഇതൊരിക്കലും എന്റെ സ്റ്റേറ്റ്മെന്റായി വളച്ചൊടിക്കരുത്. പ്രൊഡക്ഷൻ ലെറ്റർ ഹെഡിൽ എഴുതിയിട്ടതാണ്. മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി എന്ന സിനിമയെക്കുറിച്ച് അഖിൽ മാരാർ ഇന്ന് പുറത്തുവിട്ട പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. തികച്ചും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 1. വയനാട് വീട് വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു വിഷയവും സ്റ്റാർഗേറ്റ് പ്രൊഡക്ഷന് അറിവുള്ളതല്ല. 2. ഈ സിനിമയിൽ അഭിനയിച്ചതിന്റെ പ്രതിഫലം അദ്ദേഹം ഡബ്ബിംഗ് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. ജനങ്ങൾ സിനിമ ഏറ്റെടുത്തില്ല എന്നത് ശരി തന്നെയാണ്. എന്തുകൊണ്ട്? അതാണ് വിഷയം. ഞങ്ങളുടെ നിരീക്ഷണത്തിൽ മനസ്സിലായ കാര്യം. അനാവശ്യ സ്ഥലങ്ങളിലുള്ള പരാമർശം മൂലം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഒരുപോലെ വെറുപ്പിച്ചു എന്നതാണ്. കാശ്മീരിൽ വെടിവെപ്പിൽ ആളുകൾ മരിച്ചപ്പോൾ രാജ്യത്തിന് എതിരായി പറഞ്ഞിട്ട് കേസായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുതെന്ന് ആഹ്വാനം ചെയ്ത് പാർട്ടിക്കാരുടെ ശത്രുത നേടി. ഒടുവിൽ യുവ നേതാവിനെതിരെ രംഗത്തുവന്ന് വേറെയും ശത്രുക്കളുണ്ടാക്കി. ഈ സമയത്തൊക്കെ പ്രൊഡക്ഷൻ ടീം അദ്ദേഹത്തെ വിലക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും സിനിമയ്ക്ക് ആൾ കയറാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. സിനിമയ്ക്ക് ആൾ കയറുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രൊഡക്ഷൻ്റെയും ഡയറക്ടറെയും തലയിലിട്ട് സ്വയം രക്ഷപ്പെടാനുള്ള ഉപാധി മാത്രമാണ് ഇത്തരം പ്രസ്താവനകൾ. 3. പിന്നെ കൃത്യമായി ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ് അദ്ദേഹം വന്ന് ജോയിൻ ചെയ്തത്. വർക്ക് കംപ്ലീറ്റ് ആയി കോഴിക്കോടുള്ള സ്റ്റുഡിയോയിൽ വന്ന് പൂർണ്ണമായും സിനിമ കണ്ട് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമാണ് ട്രെയിലർ ലോഞ്ചിനുള്ള കാര്യങ്ങൾ ചെയ്തതും ബിഗ് ബോസിൽ പോയി പ്രൊമോഷൻ നടത്തിയതും. അതും പ്രൊഡക്ഷൻ കമ്പനി എടുത്തു കൊടുത്ത ടിക്കറ്റിൽ. സിനിമ ഹിറ്റാകുമെന്നും ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. പ്രേക്ഷകർ സിനിമ തിരസ്കരിച്ചതും നെഗറ്റീവ് റിവ്യൂ എഴുതി വിട്ടതും അദ്ദേഹത്തുള്ള വിരോധത്തിന്റെ പേരിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മലയാളത്തിലെ പ്രശസ്തനായ ഒരു സിനിമ നിരൂപകനുമായുള്ള വിഷയത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചതും കൊച്ചി ആസ്ഥാനമായി സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന ഓൺലൈൻ ചാനലുകാർ എല്ലാവരെയും കുറ്റപ്പെടുത്തി പോസ്റ്റ് ഇട്ട കാരണം അഖിൽ മാരാറിന്റെ ഒരു വീഡിയോസ് അവർ കൊടുക്കില്ല എന്ന് തീർത്ത് പറയുകയും അവർ പറഞ്ഞത് പ്രകാരം ട്രെയിലർ ലോഞ്ച് സമയത്തുള്ള വീഡിയോസിൽ അദ്ദേഹത്തിന്റെ മുഖം ബ്ലറാക്കിയിട്ടാണ് കൊടുത്തത്. അറിയപ്പെടുന്ന ചാനലുകാർ ആരും കൊടുത്തതും ഇല്ല. സിനിമ റിലീസ് സമയത്തും അവർ പറഞ്ഞു ഞങ്ങളെ കുറ്റം പറഞ്ഞ ആളിന് സിനിമയുടെ പ്രൊമോഷൻ ഞങ്ങൾ വരില്ല എന്നും. അവസാനം അഖിൽ മാരാർ അദ്ദേഹത്തിന്റെ നാട്ടിൽ കൊട്ടാരക്കരയിലാണ് സിനിമ കണ്ടത്. കൊച്ചിയിൽ വനിതാ തിയേറ്ററിൽ അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഓൺലൈൻ മീഡിയയുള്ള എല്ലാവരും വരികയും വീഡിയോസ് വെക്കുകയുമാണ് ഉണ്ടായത്. സത്യാവസ്ഥ ഇതൊക്കെ ആയിരിക്കെ അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസ്താവന തികച്ചും സിനിമയുടെ പരാജയത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം മാത്രമാണ്. സിനിമ കണ്ട ആളുകളിൽ കൂടുതലും അദ്ദേഹത്തിന് മാത്രം കുറ്റപ്പെടുത്തിയാണ് കമന്റുകൾ ഇട്ടത്. അത് അദ്ദേഹമായി ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയത്തിലെ ശത്രുക്കളും ഓൺലൈൻ ആൾക്കാരും ബിഗ് ബോസിൽ കൂടെ ഉണ്ടായിരുന്നവരും ഒക്കെയാണ്. നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതിനെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കി ശത്രുക്കൾ ഉണ്ടാക്കിയത് ഈ സിനിമ നിർമ്മിച്ചവരല്ല. അവസരങ്ങൾക്കൊത്ത് നിലപാടുകൾ മാറ്റുന്നത് ആർക്കും ഭൂഷണമല്ല. ഇതാണ് അപ്പോൾ ഇതിനകത്ത് അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി റിലേറ്റഡ് ആയിട്ട് ഈ സിനിമയുടെ ഡയറക്ടർ ഇട്ടിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ്. ഇതിനകത്ത് 1-2 കാര്യങ്ങളിൽ ഞാനൊരു ക്ലാരിറ്റി തരാം. ഈ ഓൺലൈൻ മീഡിയക്കാരായിട്ട് അഖിൽ മാരാർക്ക് ഒരു തോട്ടിയിടലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതൊക്കെ ഈ ഡയറക്ടർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. കാരണം അഖിൽ മാരാരെ കംപ്ലീറ്റ്ലി ഇവിടുത്തെ നീലക്കുയിൽ, പച്ചക്കുയിൽ അങ്ങനത്തെ എല്ലാ സെറ്റപ്പും ബാൻ ചെയ്തതാണ്. ഓക്കെ, അത് ഞാൻ അവിടെ ഓൺലൈൻ മീഡിയാസിൻ്റെ ആളുകളോട് സംസാരിക്കുമ്പോൾ എന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അഖിലിൻ്റെ ഒരു ബൈറ്റ് ഞങ്ങൾ എടുക്കില്ല, അഖിലിൻ്റെ ഒരു സാധനം ഞങ്ങൾ കാണിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ അത്ര വൃത്തികെട്ട രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് അഖിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യില്ല. ദാറ്റ് ഈസ് ദെയർ, അത് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലിങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വയനാട് വീട് വെച്ച് കൊടുക്കാൻ ആ ഒരു ഐറ്റം, ആ ഒരു സംഗതി ഇവരാരും അറിഞ്ഞില്ല, പ്രൊഡക്ഷൻ്റെ ടീമൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു സ്ക്രീൻഷോട്ടൊക്കെ വയ്ക്കാം. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ട് ഈ ഒരു ചാറ്റിനകത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ അഖിൽ അയച്ചു തന്ന പല ഓഡിയോസിനകത്തും പ്രൊഡക്ഷൻ കൺട്രോളറോടാണെങ്കിലും പ്രൊഡ്യൂസറോടാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഈ വയനാട് വീട് വെച്ച് കൊടുക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ആസ്പെക്റ്റ് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ്ലി ചിലപ്പോൾ അത് റെക്കോർഡിക്കലി എവിടെയും എഗ്രിമെൻ്റ് ആക്കിയില്ല എന്നേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഒരു വേർഡ് ഓഫ് മൗത്തിൽ ഈ സാധനങ്ങൾ ചിലപ്പോൾ പറഞ്ഞു പോയി കാണും. അപ്പം അങ്ങനെ ഒരു സംഗതി ഇല്ല കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ നെഗ്ലക്റ്റ് ചെയ്യുന്നതിനോട് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. രണ്ടാമതൊരു കാര്യം, ഈ സിനിമയുടെ പ്രതിഫലം ഡബ്ബിങ്ങിന് മുന്നേ വാങ്ങിച്ചു, നിങ്ങൾ കൊടുത്തു, അയാൾ ചോദിച്ചു, നിങ്ങൾ കൊടുത്തു, അത് അയാൾ മേടിച്ചു. ദാറ്റ് ഈസ് ദെയർ. അതൊക്കെ സിനിമയിൽ നടക്കുന്ന പരിപാടികളാണ്. പിന്നെ സിനിമ അഖിലിനോടുള്ളൊരു ഹെയ്റ്റ് കാരണം പൊട്ടി എന്നുള്ള രീതിക്കുള്ളൊരു സംഗതിയാണ് ഈ ചങ്ങാതി എഴുതി വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നി ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ അഖിലിനെതിരെ വയനാട് റിലേറ്റഡ് സംഗതികൾ പറഞ്ഞുള്ളൊരു കേസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എനിക്കറിയാം, ഞാനും അബിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ കശ്മീർ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇയാൾ പറഞ്ഞിട്ട് രാജ്യദ്രോഹ കുറ്റം വന്ന ടൈമിലുണ്ടായിരുന്ന ആ ഒരു സംഗതി. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി
ജസ്റ്റ് ഒരു നിങ്ങളുടെ ഫിലിമിൽ ഹീറോ ആക്കി കൊണ്ടുവരുമ്പോൾ എന്താ പറയുക, ഇയാൾ ഹെയ്റ്റ് ഇല്ലാത്ത ഒരാളാണെന്നോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും ആക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണെന്നുള്ളൊരു തോന്നൽ കൊണ്ടാണോ നിങ്ങൾ കൊണ്ടുവന്നത്? അല്ലല്ലോ. അയാളുടെ ഫെയിം മാക്സിമം യൂസ് ചെയ്യുക, അത് ഈ സിനിമയ്ക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇതിൽ ഇങ്ങനെ ബിസിനസ് ഉണ്ടാക്കാന്നല്ലേ നിങ്ങൾ നോക്കിയേ. അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി രാഷ്ട്രീയം പറയുന്ന, മതം സംസാരിക്കുന്ന, ഇവിടെ ഇതേപോലെ നടക്കുന്ന സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിൽ അയാളുടെ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ്. ഓബിയസ്ലി അയാൾക്ക് ഹെയ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ പോയി വന്ന ഒരാളാണ്. അങ്ങനെയാണെന്നെങ്കിൽ നിങ്ങൾ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ള അടുത്ത ആൾ അഭിഷേകാണല്ലോ. അഭിഷേകിന് എന്താ ഇവിടുത്തെ ബാക്കി ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള എല്ലാ ആളുകൾക്കും ഭയങ്കര അതിഭീകരമായിട്ടുള്ള ഒരു ഹെയ്റ്റ് ഉള്ള ഒരാളാണ് അഭിഷേക് എന്ന് പറയുന്ന ഒരാൾ. ബിഗ് ബോസ് പോയി വന്ന ഓരോരുത്തർക്കും അങ്ങനെ ഒരു ഹെയ്റ്റ് സൈഡും ഉണ്ടാവും, ഒരു ഇഷ്ടപ്പെടുന്ന സൈഡും ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ അബീനെ ഈ പടത്തിലേക്ക് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ലേ? അതെന്താ അഖിൽമാരാരെ വിളിച്ചപ്പോൾ മാത്രം, അല്ലെങ്കിൽ അഖിൽമാരാരുടെ ഒരു ഹെയ്റ്റ് കാരണം പടം ഓടിയില്ല എന്നൊക്കെ പറയുന്നത്? ശരിക്കും ഇതിൽ എല്ലാവരും റെസ്പോൺസിബിലിറ്റി എടുക്കണം. അഖിൽമാരാരും റെസ്പോൺസിബിലിറ്റി എടുക്കണം, പടത്തിൻ്റെ മേക്കേഴ്സും റെസ്പോൺസിബിലിറ്റി എടുക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ ഇത് ഒരാളുടെ മാത്രം തലയിലേക്ക് വെച്ച് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇത് പല സാഹചര്യത്തിലും ഇങ്ങനത്തെ ഐറ്റങ്ങൾ വരാറുണ്ട്. ഓക്കെ, ചില സമയത്ത് ഇത് ഞങ്ങളെ തലയിലാണ് വന്നിരിക്കൽ. സിനിമേൻ്റെ റിവ്യൂ പറയുന്നത് നമ്മളെ തലയിലേക്കാണ് ഈ സാധനം വെച്ച് തരാറ്. ഇതാണെങ്കിലും ഇവിടെ അത് വെച്ചിട്ടില്ല. ഇതാ സിനിമയിലെ നായകൻ എന്ന് നിങ്ങൾ തന്നെ കൊട്ടിഘോഷിച്ച വ്യക്തി, ആ വ്യക്തിയോട് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് ഞാൻ എവിടെ ഇതിൽ നായകനാന്ന് പറഞ്ഞ് പോയതല്ല, ഇത് അഭിഷേകിൻ്റെ സിനിമയാണ്. ഞാൻ അഭിഷേകിനോട് സംസാരിക്കുന്ന സമയത്ത് പല സമയത്ത് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അഭിഷേക് പറയുന്നത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഇടപെട്ടിട്ട് പല സ്ഥലത്തുനിന്നും ഇന്നെ വെട്ടിക്കളഞ്ഞടാ, ഇന്നെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഇന്നെ ഇട്ടില്ല, പോസ്റ്ററിൽ പോലും അഭിനയം വെക്കാത്തൊരു പരിപാടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആസാദ്, എന്നാ ചെങ്ങാതിൻ്റെ ആസാദോ ഒരു കണ്ണാടിയോ കുപ്പിച്ചില്ലോ എന്തോ ചങ്ങാതി, ഇയാൾ മറ്റേ പോസ്റ്ററിനകത്ത് അയാൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അയാളെ ഫോട്ടോ അടക്കം വെച്ചിട്ടുണ്ട്. ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി വെച്ച ഏറ്റവും വലിയ ഫ്ലെക്സിനകത്ത് അബിയുടെ ഫോട്ടോ ഇല്ല. അപ്പം ഇങ്ങനത്തെ ഒക്കെ കുരുട്ട് പരിപാടികൾ കളിച്ചിട്ട് ഇതിനകത്ത് മറ്റേ കായം കലക്കി അതിനകത്ത് പരിപാടി ഉണ്ടാക്കാൻ നോക്കിയിട്ട് പിന്നെ പടം മൂഞ്ചി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം ഈ പടം റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ ആദ്യം മുതലേ എനിക്കറിയാം അബി പറഞ്ഞിട്ട്. പിന്നെ ഈ പടത്തിന് വേണ്ടിയിട്ട് അബിയൊക്കെ എടുത്തൊരു എഫേർട്ട് ഉണ്ട്. ആ സമയത്ത്, അതായത് പല സമയത്തും എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഈ പടം വരുന്നുണ്ട്, നമുക്ക് ആരെങ്കിലുമായിട്ട് പിച്ച് ചെയ്യാൻ പറ്റുമോ, ഇപ്പോൾ മ്യൂസിക്സിൻ്റെ റൈറ്റ്സ് കൊടുക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട്, ആരാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ, ആരാണിത് ചെയ്യുന്നത്? മനസ്സിലായോ? ഇതിൻ്റെ ഒരു എഫേർട്ട് ഇതിൽ അഭിനയിച്ചാണ്. എൻ്റെ ഈ അടുത്ത കാലത്തൊന്നും കേട്ട് കേൾവി പോലും ഇല്ല മക്കളെ, ഒരു സിനിമയിൽ അഭിനയിച്ച ആളുകൾ ആ സിനിമയ്ക്ക് വേണ്ടി ഇത്രത്തോളം എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നൊരു പരിപാടി. ഇപ്പം അഖിലിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ആകെ കേട്ടിട്ട് അഖിൽ പറയാ, എടാ എന്നോട് കാശ് വെച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് എത്രയോ ഫ്ലെക്സുകൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പേര്. ചില റെയർ സിറ്റുവേഷൻസിൽ ഈ പറഞ്ഞ പോലെ വീടും കുടുംബവും പണയം വെച്ച് പ്രൊഡ്യൂസർ മറ്റേ പാപ്പരായിരിക്കുന്ന സമയത്ത് പല നടന്മാരും നടിമാരും ഹെൽപ്പ് ചെയ്തതായിട്ട് എനിക്കറിയാം. ഇതിപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്താ കഥ എന്നുള്ളത്. എന്താണെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഡയറക്ടർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ പോലെ കൈയഴുകി പോകുന്നൊരു ഐറ്റമാണ് പണി വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ 1-2 ഓഡിയോ, അതിന് മുന്നേ ഞാൻ അഖിലിൻ്റെ വീഡിയോ പ്ലേ ചെയ്യാം, എന്നിട്ട് ഞാൻ ഓഡിയോ പ്ലേ ചെയ്യാം. എന്നെ ഒരു സിനിമയിലേക്ക് വിളിച്ച് പറ്റിച്ചുകൊണ്ട് അഭിനയിപ്പിച്ചതും പോരാഞ്ഞിട്ട് ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തതിന് ശേഷം ശുദ്ധ കള്ളത്തരങ്ങളും നെറികേടുകളും എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. അതിലാദ്യം ഞാൻ ഡയറക്ടർ, ആദ്യം ഇത് പറയുന്നതിന് മുന്നേ ഈ ഡയറക്ടർ ഈ പടത്തിൻ്റെ തലേ ദിവസം എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, ക്ഷമിക്കല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്നെ ഇൻഡസ്ട്രിയിൽ സത്യം പറഞ്ഞാൽ 2-3 പ്രൊഡ്യൂസർമാരെ വിളിച്ചിട്ട് എന്താ പറഞ്ഞറിയാമോ, അഖിലെ ഇതുപോലെ ഒരു പ്രൊമോഷൻ ഒരു പടത്തിന് കിട്ടിയിട്ട് എന്നോടും പറഞ്ഞു വാല്യൂ മനസ്സിലാക്കാതെ നിൽക്കുന്ന ആൾക്കാർ. എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, അഖിലിനെ വെച്ച് ഞങ്ങളൊരു പടം ചെയ്യാൻ എന്താന്നുള്ള നിരാശയിലാണ് ഇവിടെ ഇൻഡസ്ട്രി ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നതാണ്. ഇത്രയും പബ്ലിസിറ്റി കിട്ടുമെന്ന് ഞാനത് എന്റെ ലക്കാന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അഖിലെ എന്റെ ലക്കാന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. സത്യമാണ് ബാബേട്ട. പക്ഷെ നമുക്ക് പുതിയൊരു പ്രൊജക്ട് ഞാൻ പിന്നെ അർജുന അശോകന്റെ കേസായിട്ട് വന്നപ്പം അവരെന്നോട് വെച്ചൊരു ഓപ്ഷൻ, എന്തുകൊണ്ട് അഖിൽമാരെ വെച്ച് നിങ്ങൾക്ക് ചെയ്തു, നിങ്ങൾക്ക് 1 കോടിയുടെ പ്രൊമോഷനാണ് അഖിൽ തന്നെയെന്നുള്ളത് എന്റെ കണ്ണ് നിറഞ്ഞു പറ്റുന്നത്. ഞാൻ പിന്നെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു സംസാരം. അദ്ദേഹം എന്താ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വലിയ ലക്കാണ്
1 കോടി രൂപയുടെ പ്രൊമോഷനാണ് നൽകിയതെന്ന് അദ്ദേഹത്തോട് ഇൻഡസ്ട്രിയിലുള്ള മറ്റാരോ പറഞ്ഞു എന്ന് പറഞ്ഞത് ഈ ഡയറക്ടർ ബാബു ജോൺ ആണെന്ന് ആലോചിക്കണം. സിനിമ ഇറങ്ങുന്നതിൻ്റെ 2 ദിവസം മുൻപ് തിയേറ്ററുകളിൽ എന്തുകൊണ്ട് ഈ പടം ലിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. കാരണം ഇത്രയും നമ്മൾ വലിയൊരു പ്രൊമോഷൻ കൊടുത്തതിന് ശേഷം തിയേറ്ററുകളിലെ ലിസ്റ്റുകൾ കിട്ടിയിട്ടില്ല. ഏത് തിയേറ്ററിലാണ് ഈ പടം ഇറങ്ങുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പോൾ അത് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ കേട്ടത്. ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനിതിൻ്റെ നിർമ്മാതാവിനോട് സംസാരിച്ചതിൻ്റെ നിരവധി വോയിസ് റെക്കോർഡുകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവൻ പറയുന്നത് കേട്ട് ഞങ്ങൾ എന്താ പേടിച്ച് നാളെ തൊട്ട് തന്നെ ചെയ്യുമെന്നാണോ? ഞാനതാ അയച്ചത്. ആസാദ് എനിക്ക് പണ്ടയച്ച മെസ്സേജാ ഞാൻ അയച്ചു തന്നത്. വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പടത്തിൽ അഭിനയിക്കാൻ വന്നേന്നു. നിങ്ങൾ അത് ആദ്യം ചെയ്തിട്ട് ഞാൻ ബാക്കി പ്രൊമോഷൻ വന്നിരിക്കുന്നുണ്ട്. പ്രസീജ് ചേട്ടൻ നിങ്ങൾ വലിയ പൈസ ഉള്ളവരൊന്നും അല്ല. നിങ്ങൾ ഒരുപാട് പൈസ ഞാൻ ഈ ഒരു ഒറ്റ നിങ്ങൾക്കറിയാമോ, ഞാൻ ഇതിന്റെ പ്രൊമോഷൻ പോലും ഏത് രീതിയിൽ സഹകരിക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഈ പടം അങ്ങ് അതിഗംഭീരമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ അങ്ങനെ അതിഗംഭീരമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന ഒരാളുമല്ല. പക്ഷെ ഞാൻ അപ്പോഴും ഈ മുടക്കിയ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടട്ടെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്ത് അത്. അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ചേട്ടാ എന്നെ ഈ ഉദ്ഘാടനം ചെയ്തവന്മാരെ ഞാൻ ഈ കിടന്ന് വിളിച്ച് ഫ്ലെക്സ് വെക്കുക. എന്നിട്ട് ഇന്നലെ ഞാൻ കഴക്കൂട്ടത്ത് 3 ഫ്ലെക്സ് വെക്കുന്നതിന്റെ വോയിസ് ഞാൻ ആസാദിന് അയച്ച് ഞാൻ കൊടുത്തു. അത് അയച്ചു തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് എത്ര ഒരു 50 ഫ്ലെക്സ് എങ്കിലും എനിക്ക് ഇവിടെ വെപ്പിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളത് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് മറ്റേ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന പൈസ നിങ്ങൾ എന്റെ അക്കൗണ്ടിലാണ് വിട്ടു തരുന്നത്. അല്ല നല്ല രീതിയിൽ വരട്ടെ, അതിനു വേണ്ടിയിട്ടാണ്. ഒരു ബിലോ ആവറേജ് ആണ് എന്ന് സിനിമയെക്കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ എന്നെ പരമാവധി ഈ സിനിമ അതിഗംഭീരമാണെന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് കൺഫ്യൂഷൻ ആക്കിയപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ തോന്നി. എന്റെ ജഡ്ജ്മെന്റ് വല്ലതും തെറ്റി. ഓക്കെ, ഇത് ഡയറക്ടറായിട്ടും പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് അഖിൽമാരോട് സംസാരിച്ചതിന്റെ ഓഡിയോ അഖില് തന്നെ പുറത്ത് വിട്ട വീഡിയോന്റെ ഒരു ക്ലിപ്പ് ഞാനിവിടെ വെച്ചതാണ്. ഓക്കെ, അപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ കൃത്യമായിട്ട് ഡയറക്ടറോട് വിളിച്ച് അഖില് സംസാരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. മനസ്സിലായോ? അയാൾ ചെയ്ത പ്രൊമോഷനെ കുറിച്ചും അതിൻ്റെ എഫേർട്ടുകളെ കുറിച്ചിട്ടൊക്കെ അയാൾ പറയുന്നുണ്ട്. മേ ബി ഇപ്പോൾ ഈ ഡയറക്ടർ പറഞ്ഞ പോലെ സിനിമ കണ്ടിട്ട് അഖിൽ തന്നെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരുന്നു എന്നോട് പറഞ്ഞു. അതായത് പടം കണ്ടപ്പോൾ അഖിലിന് അത് അത്ര കൺവിൻസിങ് ആയില്ല. പക്ഷെ ഇവരൊക്കെ പറയുന്നത് സൂപ്പർ പടമാണെന്നുള്ളത്. അപ്പോൾ അഖിലും വിചാരിച്ചു, ഇപ്പം നമ്മളങ്ങനെയാണല്ലോ ഇച്ചത്, നമുക്ക് പറ്റാത്ത ടേസ്റ്റ് വേറൊരാൾക്ക് പറ്റുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് പറ്റുമ്പോൾ നമ്മളുടെ ടേസ്റ്റിന് എന്തെങ്കിലും വിഷയമുണ്ടോ, അങ്ങനെ തോന്നൽ നമുക്ക് വരാൻ പറ്റും. ഇപ്പം 10 ആൾ നിന്നു, 10 ആൾ പടം കണ്ടു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അത് എനിക്ക് മാത്രം പടം പറ്റാൻ, ബാക്കി എല്ലാവർക്കും പറ്റിയില്ല, 9 ആൾക്കും പടം പറ്റി, എനിക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, നമ്മുടെ പെർസ്പെക്റ്റീവിൽ എന്തോ വിഷയമുണ്ട്, മാസ് മെജോറിറ്റിക്കും ഈ സാധനം ഇഷ്ടമായി. ഇങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് അഖിൽ പോയി എന്നാണ് അഖിൽ പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും ഈ വയനാട്ടിലേക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു സംഗതിയിലേക്ക് ഇവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ വരും, അല്ലെങ്കിൽ ഇത് ഇവരെവിടെയെങ്കിലുമൊക്കെ ഒന്ന് പറയും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ അഖിലിനുണ്ടായിരുന്നു. പടം പൊട്ടിയതോടുകൂടി, പടം ഇരുന്നതോടുകൂടി കംപ്ലീറ്റ് സാധനങ്ങളും എടുത്തിട്ട് നേരെ അതിൽ ക്യാമിയോ ചെയ്യാൻ വേണ്ടി വന്ന, അതായത് അഖിൽ പറയുന്നത് പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ സെറ്റിലേക്ക് വിളിച്ച സമയത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് വൻ രീതിയിൽ 2 ക്യാമറ 4 ജിമ്പ് മറ്റത് മറിച്ചതൊക്കെ പറഞ്ഞിട്ട് വൻ രീതിയിൽ കൺവിൻസ് ചെയ്തിട്ടാണ് പോയെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കഥ കേട്ടിട്ട് ഒരാൾക്ക്, ഞാൻ എവിടെയും പറയുന്നില്ല കഥ കേട്ടിട്ട് ഒറ്റയടിക്ക് ഒരാൾ വോവ് അടിച്ചിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് അത് ഭയങ്കര, അതൊക്കെ ഒരു ലക്കാണ്. ഓക്കെ, ഒരു കഥ കേൾക്കുക, ആ കഥ പോലെ തന്നെ ആ സിനിമ വരണോ വേണ്ടേ എന്നുള്ളതൊക്കെ അതിൻ്റെ എഡിറ്റേഴ്സ്, അതിൻ്റെ ഡയറക്ടർ, മനസ്സിലായോ, അതിൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ എഫേർട്ടും അവരുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ആ സാധനങ്ങൾ വരും. ചിലപ്പോൾ കഥയിൽ ഒന്നുമില്ലാത്ത പടങ്ങൾ ടെക്നിക്കൽ ബ്രില്യൻസ് കൊണ്ട് ഇവിടെ വോവ് അടിച്ച് പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കംപ്ലീറ്റ്ലി അഖിലിൻ്റെ തലയിൽ കൊണ്ടുപോയിടുന്ന പരിപാടി കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി അഖിലിൻ്റെ തലയിലോ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചവരുടെ തലയിലോ കൊണ്ടുപോയിടുന്ന ഒരു ഐറ്റം അല്ല. മനസ്സിലായോ? കാരണം ഇവിടെ പല സാഹചര്യത്തിലും ഞാനടക്കമുള്ളവർ നമ്മൾ പറയാറുണ്ട്, ഇത് എന്തിനു ഇവർ അഭിനയിച്ചു, നമ്മൾ ചോദിക്കാറുണ്ട്. അത് നടന്മാരെ തന്നെ, മെയിൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള നടന്മാർ, അതായത് ഇപ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെ പല ആളുകളും സിനിമ അഭിനയിക്കുന്നത് നമ്മൾ തന്നെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എന്തിനിടെ ഇവരെന്തിനീ പടം ചെയ്ത്, അതങ്ങനെയാണ്, ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടുള്ള ഈ അഖിൽമാരുടെ സംസാരം കൂടി ഞാനിവിടെ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സൈഡും കൂടി പറഞ്ഞുതരാം. അത് എടുത്തിട്ട് തരാം. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു മ്യൂസിക്കൽ ബിൽഡപ്പിൽ അവിടെ പോയിട്ട് എന്തോ വിഷയം ഉണ്ടാക്കുന്ന നിങ്ങൾ ഹൈപ്പ് കയറണം. നിങ്ങളിപ്പോ ഗംഭീരായിട്ടുണ്ട് ഇപ്പോ, കാരണം അടിപൊളിയായിരുന്നു. ഇപ്പോ നമ്മള് കണ്ടപ്പോ നിങ്ങളിപ്പോ മൊത്തം ഡബ് ചെയ്തൊക്കെ വന്നപ്പോ ഗംഭീരായിട്ടുണ്ട് സാധനം. അപ്പോ നമുക്ക് ഈ സാധനത്തിൽ ഈ നിങ്ങളെ ക്യാരക്ടർ ഇല്ലാതായി പോകണ്ട. കാരണം ഈ ക്യാരക്ടർ ഇടക്കിടക്ക് വരണം. പിന്നെ നിങ്ങളെ ബൈക്ക് ഷോട്ട് അവിടെ ഇവിടെ ഒക്കെ കയറ്റിയൊക്കെ ഞാൻ മാറ്റി പ്ലേസ് ചെയ്യും.
കാരണം ബാക്കി എവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങളിങ്ങനെ ബൈക്കിൽ നിങ്ങളിത് തപ്പി നടക്കുക എന്നുള്ളൊരു ഫീല് വരുത്തണമായിരുന്നു. കാരണം നിങ്ങളെ ക്യാരക്ടർ ഒരു 4 സീൻ 5 സീൻ ഗ്യാപ്പിൽ ഇങ്ങനെ വരുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ കുറെ ഷോട്ടുകൾ ഉണ്ട്. അത് അവിടെ ഇവിടെയൊക്കെ ഞാൻ കയറ്റിയിടിക്കും. വണ്ടിയിലെ ജോലി കിട്ടിയ ട്രോൾ എനിക്ക് കിട്ടൂ. കാറും എടുത്ത് തേരാപ്പാര നടക്കുമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ചെയ്യണത് ഞാനും കൊക്കുമായിട്ട് 24 മണി കഴിഞ്ഞു. ഇത് ഓൾറെഡി ഗ്രേഡ് ചെയ്തു എന്റെ അടുത്ത് അന്ന് തൊട്ടേ പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ അപ്പം ഗ്രേഡ് ചെയ്യുന്ന സാധനം കറക്ഷൻ വന്നാൽ തന്നെ ലിമിറ്റഡ് സമയമാണ്. ഇപ്പൊ 15-ാം തീയതി, ഇന്ന് 3 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് തലേ ദിവസം സാധനം കിട്ടണം. അതിപ്പോ നാളെ മറ്റന്നാൾ അല്ല, ഞാനിപ്പോ ട്രെയിലർ പിടിക്കുന്ന എന്താ വെച്ചാൽ നമ്മള് ഡോൺ എന്ന അതേ സ്റ്റൈലിലേ പിടിക്കുന്നുള്ളൂ. കാരണം വേറെ മ്യൂസിക് പോയപ്പോ ആ ട്രെയിലർ ഡൗൺ ആയി. അപ്പൊ ഞാൻ സംസാരിച്ച് പറഞ്ഞു നമുക്ക് അതേ സ്റ്റേജിൽ തന്നെ മതി പറഞ്ഞ് ആ ലെവലിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് ഞാനത് ആലോചിച്ചൊരു സാധനം അത് കാര്യം ആ സ്കോറിങ്ങും ഈ ഇമ്പോർട്ടൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. ഞാനിപ്പോ കണ്ടു സാധനം ഡൗൺ ആയി, അങ്ങനെ നടക്കൂല പറഞ്ഞ് നിങ്ങളുടെ ഡെസ്പോയി അത് മാറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നാളത്തോടുള്ള ഫുള്ള് ആൾക്കാർ ഇറങ്ങുന്നു. കാരണം ഡോൺ എന്താ ചെയ്തിരിക്കുന്നത് അതിന്റെ മുകളിൽ കുറച്ച് എരിയും പുളിയും കയറ്റുകയെന്നല്ലാതെ വേറെ അഡീഷണൽ ആയിട്ടൊന്നും പോകണ്ടെന്നുള്ള ലെവലിലാണ് ഞാൻ പിടിക്കുന്നത്. കാരണം ഈ സാധനം മാറി വന്നപ്പോ നമ്മളിപ്പോ കണ്ട ഇമ്പാക്ട് ഉണ്ടല്ലോ, ഒന്നും അല്ലാണ്ടായി പോയി. അല്ല, അത് ഞാനത് വിചാരിച്ചതാ. കാര്യം ഈ റെഫറൻസ് മ്യൂസിക്കിലാണ് ആൾക്കാർ ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നത്. ഈ റെഫറൻസ് മ്യൂസിക്കിൽ ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോ അപ്പം ഈ സിനിമയിൽ ആകെയുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ കല വന്ന ആ ഒരു ഏരിയയിലുള്ള ഒരു ക്വാളിറ്റി. അതിപ്പം ഇപ്പൊ കണ്ട എല്ലാവരും എന്നോട് പറഞ്ഞൊരു അഭിപ്രായം ഭയങ്കര അമച്ചർ പടമാണ്. ഫൈറ്റ് സീക്വൻസ് നന്നായിട്ടുണ്ട്. അപ്പം കാര്യം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഷോർട്ട് ഫിലിം പോലല്ലേ ഇരിക്കുന്നത്. അപ്പൊ അത് ആ മേക്കിങ്ങിന്റെ പോരായ്മകളുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇരുന്നിട്ട് വേണമെങ്കിൽ പുകഴ്ത്തി അടിക്കാം, പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ നമ്മളെ കണ്ടവരൊക്കെ ഇരുന്നിട്ട് അടിപൊളിയാകും ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് കിടക്കാം. പറഞ്ഞോണ്ട് നടക്കുന്നതേ നടക്കൂ, അല്ലാണ്ട് മറ്റൊരാളിത് പറയത്തില്ല. മറ്റൊരാള് പറയണമെങ്കിൽ അവർക്കത് തോന്നണം. അപ്പൊ നമ്മളെ യൂട്യൂബിൽ എത്ര ഇതുണ്ട്, പിന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ അയ്യോ അതിലൊക്കെ ഇടുന്നൊരു പ്രൊഫൈൽ വാല്യൂ ഇല്ലായ്മയാണെന്നേ. നമുക്കിപ്പോ ഞാൻ എന്റെ സംഭവം ആൾക്കാർ കാണും, എന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇട്ടാൽ മതി. ഈ സിനിമേൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറും അഖിലും തമ്മിലുള്ള സംസാരമാണ്. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അഖിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ അഖിലിനെ കൺവിൻസ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ ഈ ആസാദ് ബൈക്കിൽ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അഖിലിനെ ക്രിട്ടിസൈസ് ചെയ്തൊരു ഒരു മേഖലയാണത്. ചുമ്മാ വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് പോകും. എവിടെ നോക്കിയാലും അഖിൽ ബൈക്കിൽ വരുന്നു, മാസ് ഇടുന്നു, BGM ഇടുന്നു, വന്നിട്ട് പോകും. ഈ ഒരു ഐറ്റം ഇത് അഖിലിന് തന്നെ സംശയം ഉണ്ടായിട്ടാണ് അഖിൽ ചോദിച്ചിട്ടുള്ളത്. പാക്ക് വെട്ടണ കത്തിയായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കിടക്കുക, ബുള്ളറ്റ് കറക്കി കിടക്കുക. പിന്നെ ഇതിൽ തന്നെ അഖിൽ പറയുന്നത് കേട്ടില്ലേ, അത് സാധനം തന്നെ ആദ്യമേ ഒരു എന്താ പറയുക ഒരു ഭയങ്കര ലോ ലെവലാണ്, മീച്ചറിഷിനും താഴെയായിട്ടുള്ള. ഇപ്പോൾ ഒരു 20 മിനിറ്റ് 15 മിനിറ്റൊക്കെയുള്ള ഷോർട്ട് മൂവി ലെവലുള്ള ഒരു ഐറ്റമാണ് എടുത്ത് വെച്ചെന്നുള്ളത് ഇയാൾക്ക് ആദ്യം മനസ്സിലായതുകൊണ്ടാണ് പ്രൊഡക്ഷൻ കൺട്രോളറോട് ഇയാൾ സംസാരിക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളർ ആണെന്നുണ്ടെങ്കിൽ അപാര കൺവിൻസിങ് കപ്പാസിറ്റി ഉള്ള ഒരാളായതുകൊണ്ട് അഖിലിനെ അടക്കം കൺവിൻസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇതിനിടയിൽ കോക്കിനെയൊക്കെ പറയുന്നുണ്ട്. ഇനി പ്രൊഡക്ഷൻ കൺട്രോളറുടെ കാര്യത്തേക്ക് ഞാൻ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ ലക്ഷ്മിയുടെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചവരുണ്ട്, അതല്ലാതെ പിന്നിലിരുന്ന് നമ്മളുടെ ചെവി നിന്ന ആളുകളുണ്ട്. അങ്ങനെ ജിത്തുബായിക്കാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ആസാദ് എന്ന് പറഞ്ഞുള്ള വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞത് 2 മാസത്തിനുള്ളിൽ സായിയെ തീർത്ത് കളയും, മനസ്സിലായോ, ലക്ഷ്മിയെ നിങ്ങൾക്കറിയില്ല. ഇതേ ലക്ഷ്മി ഈ സിനിമയിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് കച്ചറുണ്ടാക്കി അയാൾക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തി. ഈ സിനിമ ബിഗ് ബോസ് പോണതിന് മുന്നേ ഈ സിനിമയുടെ പ്രൊമോഷൻ അടക്കമുള്ള എല്ലാ പരിപാടികളിലും പോസ്റ്റർ അടക്കമുള്ളത് റിമൂവ് ചെയ്തിട്ടാണ് ഈ ലക്ഷ്മി ബിഗ് ബോസ് പോയത് എന്നുള്ളതാണ് അഖിൽ എനിക്ക് പറഞ്ഞത്. അഖിൽമാരോട് ഞാൻ ചോദിച്ച സമയത്ത് ഇതേ ആസാദ് കണ്ണാടിക്കലിനായിട്ട് എന്തോ മാരകമായിട്ടുള്ള ഇയാളുടെ ഈ എന്തൊക്കെയോ വിടക്ക് പരിപാടികൾ, ഉടായ്പ പരിപാടികൾ പറ്റാത്തതുകൊണ്ട് ലക്ഷ്മി സൈഡാക്കിയതാണ് ഇയാളെ. എന്നിട്ട് ലക്ഷ്മിക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് ഇന്നല്ല ജിത്തുബായിനെ വിളിച്ചിട്ട് ബീസണിയുടെ സ്വരം 2 മാസത്തിലുള്ള സായി കൃഷ്ണൻ സീക്രട്ട് ഏജൻറ്റ് അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഒരു ഇത്തിരിങ്ങനെ ഒരു ഉളുപ്പ് വേണ്ടേ? എന്നിട്ട് ഞാൻ തിരിച്ച് ജിത്തുബായിനോട് പറഞ്ഞു, നിങ്ങൾ കോൺഫറൻസ് കോൾ ഇടുമോ, ഇന്ത്യക്കല്ലല്ലോ വിളിച്ചത്, നിങ്ങളേക്കല്ലേ വിളിച്ചത്, നിങ്ങൾ തിരിച്ചൊന്ന് കോൺഫറൻസ് കോൾ ഇട്ട്. കാരണം ഞാൻ ഈ ആസാദ് കണ്ണാടിക്കൽ എന്ന് പറഞ്ഞ പേര് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുന്ന്, അശ്വന്ത് കോക്കിൻ്റെ വായെന്ന്, മനസ്സിലായ? നമ്മളെ റീലോഡ് മീഡിയ എബിൻ്റെ വീട്ടുകൂടിയിരിക്കലിന് പോയ സമയത്ത് പാലക്കാട് ഞങ്ങളിങ്ങനെ മുള്ളംകൊല്ലിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പടം കാണണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അന്ന് എന്നോട് കോക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കേട്ട വോയിസിനകത്ത് ഒരു തള്ളുണ്ട്. 24 മണിക്കൂറും ഞങ്ങൾ കോക്കിൻ്റെ കൂടെ. 4 കോക്കിൻ്റെ കൂടെ ചെങ്ങായി. എൻ്റെ എന്ത് തള്ളാണ് ആസാദേവി, എനിക്ക് മനസ്സിലാവണില്ല. അതിനെക്കുറിച്ച് അന്ന് ഞാനും കോക്ക് ഇരുന്ന സമയത്ത് കോക്ക് പറഞ്ഞ വർത്താനങ്ങൾ ചെയ്ത് കേൾക്കണം. പടച്ചോൻ ഈ നിലറിഞ്ഞു വിടും മനുഷ്യ.
അന്നെ പേടിച്ചിട്ട് ചെങ്ങായി അന്ന് രാവിലെ ഞാൻ കോഴിക്കോട് പോയിട്ടാണ് ഈ പടം കണ്ടത്. മലപ്പുറത്ത് ഈ പടം ഉണ്ടായിരുന്നില്ല രാവിലെ. ഞാൻ അത്രയും കോഴിക്കോട് വരെ ട്രാവൽ ചെയ്ത് രാവിലെ ഞാൻ കോഴിക്കോട് പോയിട്ട് പടം കണ്ട്. പടം കാണാൻ പോയ സ്ഥലത്ത് ഇപ്പം ഉണ്ടായിരുന്നു അത്രേ. എന്നിട്ട് ജിത്തുബായിനോട് പറയാ, ഓ ഇന്നെ കണ്ടിട്ട് സായി എന്നെ കണ്ടു, പക്ഷേ നോക്കിയില്ല, പറഞ്ഞില്ല. ഞാൻ എന്തിനാ നോക്കണം, എനിക്ക് എന്നെ അറിയില്ല, എനിക്ക് എന്നെ മുഖം പോലും ഓർമ്മയില്ല. മനസ്സിലായില്ലേ? മോഹൻലാലും മമ്മൂട്ടിയൊന്നുമല്ലല്ലോ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്, ആണോ? അതൊന്നുമല്ല. എനിക്ക് എന്നെ ഓർമ്മയില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ കോക്കുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് കോക്കൻ എന്നോട് പറയാ, ഈ ചങ്ങായി അവിടെ ഉണ്ടാവുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ രാവിലെ അവിടെ സിനിമ കാണാതെ ഉച്ചയ്ക്ക് പോയിട്ട് മിഡ് നൈറ്റ് മുല്ലംകൊല്ലി കണ്ടേന്നുള്ളത്. എനിക്ക് ആരോടെ തള്ളി മറിക്കുന്നത്? ഇതാണ് ഇപ്പം ഇങ്ങനെ പലരെയും അറിയാമെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബട്ടർ അടിച്ചിട്ടൊക്കെ ഉള്ള പരിപാടികൾ കാണിച്ച് ആൾക്കാരെ മൂഞ്ചിച്ച് നടക്കാൻ നാളന്മാരല്ലേ ചങ്ങായി. അല്ലെങ്കിൽ പിന്നെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ പറയാനുള്ള ചൊപ്പ വേണം, അതുമില്ല. അത് അങ്ങനത്തെ ഒരുത്തൻ. അപ്പം ഇങ്ങനെ മണി അടിച്ചും സോപ്പിട്ടും പല പ്രൊഡ്യൂസേഴ്സിനെ ചാക്കിലാക്കി 4 സിനിമേൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് ഇത് നക്കിയിട്ട് പോയി പണ്ടാറക്കുഴി കൊണ്ടുപോയിട്ട് പ്രൊഡ്യൂസറി ഇട്ട് ഇങ്ങനെയൊക്കെ കുറേ ജീവിതങ്ങൾ സിനിമയിലുണ്ട്. കുറച്ച് പ്രൊഡക്ഷൻ കൺട്രോളർമാർ, ഞാൻ പറയും എല്ലാവരെയും പറഞ്ഞില്ല, നല്ല പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട് ഇഷ്ടം പോലെ. എനിക്കറിയാവുന്ന പേഴ്സണലി കണക്ഷൻസ് ഉള്ള ഇഷ്ടം പോലെ ആളുകളാണ്, നല്ല കിണ്ണം മനുഷ്യന്മാർ. മനസ്സിലായി? ഇറക്കിയ കാശിന് പ്രൊഡ്യൂസർക്ക് നല്ല രീതിയിൽ പണിയെടുത്ത് നല്ല എഫേർട്ട് എടുത്ത് നല്ല ബിസിനസ് ആക്കി കൊടുക്കുന്ന ആളുകളുണ്ട്. ഇത് ഞാൻ കേട്ട വേർഷനകത്ത് ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ. അതായത് ഈ സിനിമ എങ്ങാണ്ട് സീക്കായിട്ട് വിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അഖിൽമാരാരെ വിളിച്ച് 10 ലക്ഷം ചോദിക്കുന്ന ഒരവസ്ഥയിൽ വരെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പോയതിൻ്റെ വോയിസ് റെക്കോർഡ് അടക്കം അഖിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഐറ്റാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ഒരു സിനിമ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ ഇപ്പം ഈ ഒരു കോൺവെർസേഷൻ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഒരു ഡയറക്ടറോ ഒരു എഡിറ്ററോ ഒക്കെ പറയേണ്ട കാര്യമാണ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആരോട് പറയുന്നത്, അഖിൽമാരോട് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ ബൈക്കിൽ വന്നിട്ട് പോകുന്ന സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ഒഴിവുള്ളൂ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് ഇയാളാ, ഈ ആസാദാ? അല്ല ഈ സിനിമയുടെ എഡിറ്റർ ഈ ചങ്ങായിയാ? ഒരു ലീഡ് ആക്ടർ ആ സിനിമയിലെ ആളോട് ഇവനാ സംസാരിക്കുന്നത് എവിടെയൊക്കെ എന്തൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളത്. അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു സിനിമേൻ്റെ ഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മോർച്ചറി പെട്ടത് ഭാഗ്യം, അല്ലെങ്കിൽ പടുകുഴി പോയി ചാടി അതിൻ്റെ മുകളിൽ മറ്റേ കുരിശും വെച്ച് പോകേണ്ട അവസ്ഥയിലായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇനി കിട്ടിയാൽ കിട്ടും പ്രൊഡ്യൂസർക്ക് എന്നല്ലാതെ വേറൊരു വഴിയുണ്ട് എനിക്ക് തോന്നുന്നില്ല. കൂട്ടത്തിൽ അഖിലിൻ്റെ ഏറെപ്പോക്കും. ഇതിങ്ങനെയാണ്. ഇതൊക്കെ അഖിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ അഖിലിനെ പറയും, അഖിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻഡസ്ട്രിക്കകത്ത് അത്യാവശ്യം ആളുകൾ അറിയുന്ന, അത്യാവശ്യം എന്താ പറയുക, വർക്ക് കിട്ടുന്ന ഒരാളാണ് അഖിൽ മാരാർ എന്ന് പറഞ്ഞ ഒരാൾ. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ അശ്രദ്ധ കാരണമാണ് നിങ്ങൾ ഈ അവസ്ഥയിൽ വന്നെത്തിയിട്ടുള്ളത്. ബട്ട് ഇത് നിങ്ങൾക്കൊരു എന്താക്ക് ഒരു തിരിച്ചറിവായിട്ട് എടുക്കട്ടെ. നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇതൊരു തിരിച്ചറിവാവട്ടെ. കാരണം ഇങ്ങനെയുള്ള ട്രാപ്പുകളിലൊന്നും നിങ്ങൾ പോയി പെടാൻ പാടില്ല. ലാസ്റ്റ് പടം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ആ പ്രൊഡ്യൂസർ അവസ്ഥ എന്തായിരിക്കും? ഞാൻ സത്യം പറഞ്ഞാൽ അതാലോചിച്ചു. ഈ ചങ്ങായിൻ്റെ കഥ എന്തായിരിക്കും? ഒരു വോയിസും കൂടി ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ, അതും കൂടി നിങ്ങളൊന്ന് കേക്ക്. ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നലെയും പറഞ്ഞു, പാക്ക് വിട്ടുന്ന ഒരു കത്തി എടുത്ത് തന്നിട്ട് സത്യം പറഞ്ഞാൽ ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ട്രോള് കിട്ടാനും നാണക്കേടും ഫീൽ ചെയ്യുന്ന ഒരു സാധനം അതാണ് പാക്ക് വിട്ടുന്ന ഒരു കത്തി. ഒരാളെ കൊല്ലാൻ പോകുമ്പോഴത്തേക്ക്, എടാ ഇത് നല്ലൊരു കൊള്ളാവുന്നൊരു കത്തി ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഒരു വാടിവാള് ചെയ്തുകൂടെ? ഈ കത്തി ആ കത്തിക്ക് എന്താണ് ഇമ്പോർട്ടൻസ്? ആ കഥയിൽ ആ കത്തിക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല ബേസിക്കലി. കാരണം ഒരു സീനിൽ പോലും കത്തിയെ കുറിച്ച് പറയുന്നില്ല. ഈ കല്യാണത്തലേന്ന് അവൾ എന്തിനീ കത്തി വലിച്ചു പറിച്ച് കളയണം? ഇതൊന്നും പ്രേക്ഷകർക്ക് അറിയത്തേയില്ല. ഇത് നിങ്ങൾക്കറിയാവുന്ന കഥ നിങ്ങൾ വായിച്ചോണ്ടാ. ഇത് മൂന്നാമത് കാണുന്ന ഒരു തേർഡ് പാർട്ടി പ്രേക്ഷകൻ ആ സിനിമ ഇങ്ങനെ കണ്ടുവരുമ്പോൾ എന്തിനാ ഈ ചേട്ടന്റെ കയ്യിൽ നിന്ന് കത്തി എടുത്ത് കളയുന്നത്? അങ്ങനെ ഇയാൾ ആരാണ്? ഒരു നറേഷനും ഇല്ല. പിന്നെ ഒരു റൂമിനകത്ത് ഒരു ചുണച്ച 3 മൊമെന്റോ കൊണ്ടിട്ടിട്ട് പറയുക ഇയാൾ എന്തോ വലിയ സംഭവമായിരുന്നത്. എന്തൊരു കൂറ സീനാ അത് ദയവ് ചെയ്തെടുത്ത് കളയണം. അത് ബിഗ് ബോസിലെ ഫോട്ടോ പോലും ഒട്ടിച്ചു വെച്ചേക്കുന്നത്. ഒരാളുടെ ഹൈപ്പ് കാണിക്കും. ഓക്കെ, നമ്മളുടെ ഒരു നല്ല രീതിയിൽ ഒരു നല്ല അലമാരയ്ക്കകത്ത് അയാളുടെ കുറെ അച്ചീവ്മെന്റുകൾ കാണിച്ചുകൊണ്ട് കുറെ ഫോട്ടോസ്, നല്ല കുറെ മൊമെന്റോസ്, ഒരു ഫുൾ ഫ്രെയിമിൽ അങ്ങനെ കുറെ സംഭവങ്ങൾ കാണിച്ചിട്ട് ഇതൊക്കെ ആര് മേടിച്ചതാ നാൻസി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് ജോയ് കുഞ്ഞാഞ്ഞയുടെ ആണെന്ന് പറയുമ്പോഴാണ് അതിനൊരു ഒരു എന്തൊരു വൃത്തികേടാന്ന് ആലോചിച്ച് നോക്കുന്നത്. ഒരു മേശപ്പുറത്ത് 4-5 അതും ഒരു വൃത്തിയില്ലാത്ത സ്കൂൾ പിള്ളേർക്ക് LKG പഠിക്കുന്ന പിള്ളേർക്ക് കിട്ടുന്ന മൊമെന്റോ. ജോയിനെ കുറിച്ചിട്ട് പിന്നെ ഷൂട്ട് ചെയ്ത് വെച്ചാണ് പച്ചക്കറി അരിയണനും പാത്രം കഴുകണനും കാർപ്പറ്റ് വിരിക്കണോടും പറയുന്ന സാധനമാണ് പിന്നെ പടത്തിലുണ്ട് നമ്മള്. അല്ല അതാ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ആ സാധനക്കെട്ട ഒന്നും വേണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞത്. ഇയാള് നല്ല ആളായിരുന്നു, നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ആളായിരുന്നു. അല്ല അതൊന്നും കാണിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം അവൻ നല്ലവനായാലും എന്തോ മോശമായാലും എന്തുവാ, കഥയിൽ അതൊന്നും നമ്മളെ സംബന്ധിച്ചൊരു ഇമ്പോർട്ടന്റ്. അവൻ മോശക്കാരൻ തന്നെ ആയിക്കോട്ടെ, നമുക്കൊരു വിഷയമേ അല്ലല്ലോ. അവളെ ആങ്ങളെ ഇവര് കമ്പയർ അടിച്ചപ്പോ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാനാണ് ഇന്ത്യ ചോദിക്കും. ഞാൻ ഈ നാട്ടിലൊക്കെ വേണ്ടപ്പെട്ട ആളായിരുന്നു, ഇതൊക്കെ കിട്ടിയ അല്ലെന്നേ അത്
അത് പറയുന്ന സീൻ അത്രയും മോശമായിട്ടാണ് കാണിച്ചു വെച്ചേക്കുന്നതെന്നാ ഞാൻ പറഞ്ഞത്. ഷൂട്ട് ചെയ്ത് വളരെ മോശമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് മേശപ്പുറത്ത് 3 മൊമെന്റോ ഇട്ടിട്ട് ഇയാളെ കുറിച്ച് നല്ലത് പറയേണ്ട കാര്യം വരുന്നില്ലല്ലോ. അയാൾ ഗുണ്ടയായിക്കോട്ടെ, എന്താ കുഴപ്പം? അയാളുടെ പെങ്ങളെ കൊന്നാളെ അവൻ കൊന്നു. അയാൾ നല്ലവനായാലും മോശമായാലും കഥയോ കഥാ പശ്ചാത്തലത്തെയോ അത് ബാധിക്കുന്നതേയില്ല. കാരണം ജോയിയുടെ കഥയല്ല സിനിമ, അതാണ് കാര്യം. ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾക്ക് മനസ്സിലാകാത്തത് നമുക്ക് ഇതിന്റെ കഥ അറിയാവുന്നതുകൊണ്ടാ. പക്ഷെ പുതിയ കാണുന്ന പ്രേക്ഷകന് ഇതിന്റെ കഥ അറിയാം. അഖിലിന്റെ വാക്കുകളുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മൾ പറഞ്ഞ റിവ്യൂലൊക്കെ ഉള്ള അതേ സാധനം സിനിമ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞതിന് ശേഷം തന്നെ അഖിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. കാരണം ആ ട്രോഫി വെച്ചതും അതിൽ അഖിൽമാരാർ മറ്റേ കപ്പടിച്ചപ്പോഴുള്ള ഫോട്ടോ കൊടുത്തതും പാക്ക് വെട്ടുന്ന കത്തി അടക്കം എല്ലാ ഐറ്റവും അഖിലിന് അറിയുമായിരുന്നു. പിന്നെ അഖിലിനെ മോട്ടറാക്കി മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ തേച്ച് മിനുക്കി ഇതുവരെ എത്തിച്ച് ലാസ്റ്റ് പടം ഇറങ്ങി ഇപ്പം എല്ലാം കൂടി അഖിലിൻ്റെ തലയിൽ. അതായത് അഖിൽ ഭയങ്കര ഹെയ്റ്റുള്ള ഒരാളാണ്. അഖിൽമാരാരെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ വിരോധിയാണ്. രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്ത ഒരാളായതുകൊണ്ട് അഖിലിൻ്റെ സിനിമ അങ്ങനെ ഒരു ആസ്പെക്റ്റിലും കേരളത്തിൽ എവിടെയും അഖിൽമാരാൻ്റെ സിനിമ ആരും ബോയ്ക്കോട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കി പുഴുങ്ങി ഈ കുക്കറിൽ എടുത്തു വെച്ച ഈ സിനിമ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, വെരി ബിലോ ആവറേജ് മൂവി. ടെക്നിക്കലി ഒരു ബ്ലണ്ടർ, കഥ വൈസ് ഒരു തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാതെ ഒരു തട്ടിക്കൂട്ട് പടം ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് അഖിലിനെ കൊണ്ടുവന്നിട്ട് ഇത് ലാലേട്ടനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരു സിനിമയുടെ കോർ എന്ന് പറയുന്നത് അതിൻ്റെ കഥ, ആ കഥ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ടെക്നിക്കൽ ടീം, പിന്നെ തേർഡ് ടയർ ആണ്. അല്ലെങ്കിൽ അത്രയും ആക്ടർ അല്ലെങ്കിൽ എത്രയും ബ്രില്യൻസ് ഉള്ളൊരു നടനെ കൊടുത്താലും നടക്കൂല. മനസ്സിലായില്ല? അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അവരെ കൊണ്ട് ആ കഥാപാത്രം ചെയ്യിക്കേണ്ടതും അല്ലെങ്കിൽ ആ കഥ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആളുകൾക്ക് തന്നെ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇതേപോലുള്ള കുറേ മറ്റേ സിനിമയുടെ മറ്റേ ചോര ഊറ്റി കുടിക്കാൻ ട്രാക്കിൽ നടക്കുന്ന ഈ പ്രൊഡ്യൂസർമാരെ പിന്നാലെ നടക്കുന്ന കുറേ ഇങ്ങനത്തെ ടീമുകൾ, പ്രൊഡക്ഷൻ കൺട്രോളർമാർ, കുറേ ആൾക്കാർ, ഇവനെ പോലെ ഈ ആസാദ് കണ്ണാടിയോ അങ്ങനത്തെ കുപ്പിച്ചില് പോലത്തെ കുറേ എണ്ണങ്ങൾ, അങ്ങനെ കുറേ ഐറ്റങ്ങൾ. എന്തിനാണ് പിന്നെ എങ്ങനെ ഇൻഡസ്ട്രി നന്നാവുന്നതാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറും കൂടി സൈഡായി, ഇനി അയാളെ അവസ്ഥ എന്തായിരിക്കും? കൊള്ളാം എന്താണെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് കംപ്ലീറ്റ്ലി അഖിലിൻ്റെ തലയിൽ കൊണ്ടുവന്ന് എല്ലാവരും കൂടി വെച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഡയറക്ടർ പോസ്റ്റ് ഇടുന്ന പോലെ പോസ്റ്റ് ഇടുന്നതൊന്നും ശരിയല്ല. ഫൈൻ, അതിൽ പറഞ്ഞ 1-2 ആസ്പെക്ട്സ്, ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയയുടെ ആസ്പെക്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതിനോട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ എന്ന് പറയാം. അല്ലാത്ത രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ബാക്കി മറ്റേ രാജ്യദ്രോഹ കുറ്റം മറ്റേ ഇത് ഒരാളെ കൊണ്ടുവന്ന് ബിസിനസ് ആക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ഇട്ടതും പോരാ. ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്നതിലും ഒക്കെ ഡയറക്ടറെ കയ്യിൽ നിന്നും പോയി. അതിൽ പ്രൊഡക്ഷൻ കൺട്രോളറുടെ അവരുടെ ടീമൊക്കെ വന്ന് ചാറാക്കി വിട്ടിട്ട് ഇത് അഭിനയിച്ച് പോകാനല്ലേ ഈ ചങ്ങായിക്ക് അറിയൂ. ഈ അഖിൽമാരാർ അല്ലെങ്കിൽ പിന്നെ ഈ ഡയറക്ഷൻ ബൈ അഖിൽമാരാർ, എഡിറ്റിംഗ് ബൈ അഖിൽമാരാർ എന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽമാരാർക്ക് ഒരു പോസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതേപോലെ തന്നെ അബീനെ ഇവർ വലിപ്പിച്ച് വിട്ടത്. അബി ഈ സിനിമയിലെ മെയിൻ റോളാണ്. ലാസ്റ്റ് നോക്കുമ്പോൾ ഞാൻ തന്നെ ഫോൺ വിളിച്ചിട്ട് അബീനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ബാക്കി ഭാഗങ്ങൾ എവിടെ? പല സ്ഥലത്തും ഇതിൻ്റെ എന്തോ ബാക്കിലൊരു സ്റ്റോറി ഉള്ള പോലെ തോന്നുന്നുണ്ട്, എവിടെ പോയി? എനിക്കറിയാൻ പാടില്ല, എന്നെ വെട്ടിക്കൂട്ടി. ഓൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. ഒരു പ്രോപ്പർ ഒരു സാധനം, ഒരു ത്രൂ ഔട്ട് ഒരു ഹീറോ സാധനം വന്നിട്ട് ലാസ്റ്റ് ഓൻ്റെ പേര് പോലും ഹീറോ എന്നുള്ള രീതിയിൽ വെക്കാത്ത രീതിയിൽ ഒരു സൈഡാക്കി വിട്ടിക്കുക. അങ്ങനെയുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ കാണിക്കുന്നതിൻ്റെ ഒരു കർമ്മ തിരിച്ച് കിട്ടുമല്ലോ, അത് കിട്ടിയെന്ന് കൂട്ടിയാൽ മതി. ഇനി ആസാദിനെ പോലുള്ളവരോടാണ് നേരിട്ട് വന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് വന്ന് പറയണം. അപ്പപ്പുള്ളത് അപ്പപ്പം കിട്ടും, മനസ്സിലായോ? 2 മാസം കൊണ്ട് തീർക്കാൻ നടന്നവനാ. 2 ദിവസമായില്ല, അപ്പോഴത്തേക്ക് ഇത് അഖിൽമാരാരെ ഭാഗം ഓന് തീർക്കൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കഥ ചങ്ങായി. ഈ കോക്ക് അങ്ങനെ ഇങ്ങനെ കോക്കിൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് നടക്കണം. കോക്കിനെ കണ്ണ് പോയി പെടാൻ നിൽക്കണ്ട, പുഴുത്ത കിട്ടും. ഇവിടെ കാര്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിക്കും പെടാൻ നിൽക്കണ്ട. എൻ്റെ കണ്ണിക്ക് ഞാൻ അന്ന് തന്നെ കുറേ വിളിച്ചാണ് ജിത്തുബായിൻ്റെ. അപ്പം അന്ന് ഈ പറഞ്ഞാൽ എന്താ, അയ്യോ സായിൻ്റെ മറ്റേ കോൺഫറൻസ് കോൾ വിളിക്കൽ പറയാനുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് മുഖത്തേക്ക് പറയാൻ പഠിക്കും, മനസ്സിലായോ? അല്ലാതെ ഈ പണിക്ക് കയറി ഇതേമാതിരി നാട്ടുകാരെ വഞ്ചിച്ചും അല്ല ജീവിക്കേണ്ടത്. മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ മര്യാദയ്ക്ക് പണി ജീവിക്കണം, മനസ്സിലായില്ലേ? അല്ല ഉടായ്പ കാണിക്കരുത്. ഉടായ്പകളൊക്കെ ഒറ്റ നോട്ടത്തിലൊക്കെ നമുക്ക് മനസ്സിലാവും, മനസ്സിലായോ? അങ്ങനെ മനസ്സിലാക്കിയവരൊക്കെ സൈഡാക്കിക്കോളും. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രൊഡക്ഷൻ കൺട്രോളർമാരെയൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. ഇത്രേ പറയാനുള്ളൂ നമുക്ക്.